പാലക്കാട് ചിറ്റൂർ റേഞ്ചിലെ 3 ഷാപ്പുകളിൽ കള്ളിൽ വീണ്ടും കഫ് സിറപ്പ് സാന്നിധ്യം കണ്ടെത്തി. മീനാക്ഷിപുരം, മോളക്കാട്, അഞ്ചുവള്ളക്കാട് എന്നിവിടങ്ങളിലെ ഷാപ്പുകളിലെ കള്ള് പരിശോധിച്ചപ്പോഴാണ് കഫ് സിറപ്പ് സാന്നിധ്യം കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സച്ചിൻ ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സച്ചിൻ, വീണ്ടും അപ്പോൾ നേരത്തെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ കള്ളിൽ വീണ്ടും കഫ് സിറപ്പ് സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീനിധി, കഴിഞ്ഞ 2 ആഴ്ച മുൻപും പാലക്കാട് ചിറ്റൂർ മേഖലയിലെ ചിറ്റൂർ റേഞ്ചിന് കീഴിലെ വിവിധ കള്ളു ഷാപ്പുകളിൽ കഫ് സിറപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ പരിശോധനയാണ് ജില്ലയിലെ എല്ലാ കള്ളു ഷാപ്പുകളിലും എക്സൈസിന്റെ നേതൃത്വത്തിൽ നടന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ചിറ്റൂർ റേഞ്ചിന് കീഴിലുള്ള 3 ഷാപ്പുകളിൽ കഫ് സിറപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. മീനാക്ഷിപുരം, അഞ്ചുവെള്ളക്കാട്, മോളക്കാട് തുടങ്ങിയ മേഖലകളിലെ ഷാപ്പുകളിൽ നിന്നാണ് കഫ് സിറപ്പിന്റെ സാന്നിധ്യം കള്ളിൽ നിന്നും എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഷാപ്പുകളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ലഹരി മരുന്നിനെതിരെ വ്യാപകമായ പരിശോധനയാണ് പാലക്കാട് ജില്ലയിലും എക്സൈസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ ഷാപ്പുകളിലും പരിശോധന കർശനമാക്കിയിട്ടുണ്ടെന്ന് എക്സൈസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ശ്രീനിധി, ശരി. പാലക്കാട് ചിറ്റൂർ റേഞ്ചിലെ 3 ഷാപ്പുകളിൽ കള്ളിൽ വീണ്ടും കഫ് സിറപ്പ് സാന്നിധ്യം കണ്ടെത്തി. മീനാക്ഷിപുരം, മോളക്കാട്, അഞ്ചുവള്ളക്കാട് എന്നിവിടങ്ങളിലെ ഷാപ്പുകളിലെ കള്ള് പരിശോധിച്ചപ്പോഴാണ് കഫ് സിറപ്പ് സാന്നിധ്യം കണ്ടെത്തിയത്. സച്ചിനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.